ചിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. ഈ ജനാധിപത്യ മതേതര ബോധമുള്ള പ്രബുദ്ധ ജനവിഭാഗങ്ങൾ പലരും എനിക്ക് വോട്ട് ചെയ്യും. ഒരുപാട് വാഗ്ദാനങ്ങളുണ്ട്. അത് ലീഗിൽ നിന്നായിരുന്നാലും ലീഗ് അല്ലാത്ത സംഘടനകളിൽ നിന്നും വോട്ട് ലഭിക്കും. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു വോട്ട് ചോർച്ചയെ ലക്ഷ്യമാക്കിയ അല്ല മത്സരിക്കുന്നത്. മുന്നിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തെ പുരസ്കരിച്ചാണ് മത്സരം. ആ പ്രമേയം ഉൾക്കൊള്ളാൻ കഴിയുന്നവരുടെ വോട്ടൊക്കെ എനിക്ക് കിട്ടും. അങ്ങനെ ഒരു മാറ്റത്തിന് പൊന്നാനി ദാഹിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ആ സ്പേസാണ് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. സമസ്തയുടെ ഉണ്ട്, മുജാഹിദ് വിഭാഗങ്ങളുടെ ഉണ്ട്, ഹൈന്ദവ സംഘടനകളുടെ ഉണ്ട്, മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഉണ്ട്. എല്ലാവരുടെ വോട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇടതുപക്ഷ പാർട്ടിയാണ് ഞാൻ മത്സരിക്കുന്നത്. അതിനെക്കുറിച്ച് എനിക്ക് അഭിപ്രായമില്ല. ഞാനിപ്പോൾ പുതിയ ഒരു സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുമ്പോൾ ഇന്ന് മുതലേക്കുള്ള കാര്യങ്ങളെ എനിക്ക് പ്രസക്തമാകുന്നുള്ളൂ. മണ്ഡലം ഇവിടുത്തെ ഇടത് ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. ഞാൻ അതിന് പ്രതീകം മാത്രമാണ്. ബഹുഭൂരിപക്ഷത്തോടു കൂടി പിടിച്ചെടുക്കും. അത്തരം ആരോപണങ്ങളോട് പ്രതികരിക്കാനില്ല. ഞാൻ ഒരു സംഘടനയുടെ ശാഖയിലെ പ്രസിഡന്റ് സെക്രട്ടറി, പഞ്ചായത്തിലെ പ്രസിഡന്റ് സെക്രട്ടറി, മുസ്ലിം ലീഗിൻ്റെ നിയോജക മണ്ഡലം പ്രസിഡന്റ് സെക്രട്ടറി, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ്, സംസ്ഥാന ലീഗിൻ്റെ സെക്രട്ടറി, സംസ്ഥാന ലീഗിൻ്റെ ആദ്യത്തെ ചരിത്രത്തിലെ സംഘടനാ ചുമതലയുള്ള സെക്രട്ടറി. ഈ പോസ്റ്റുകളിലൂടെ കടന്നു വന്ന ഒരാൾക്ക് അങ്ങനെ പോകേണ്ട ഒരു ഗതികേടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പാർട്ടിക്കാരനാണ് ഞാൻ, രാഷ്ട്രീയക്കാരനാണ് ഞാൻ. ഞങ്ങൾ ഇടതുപക്ഷ നേതാക്കളുമായി ഞങ്ങൾ കൂടിയാലോചിച്ച് ഒരു വ്യക്തമായ മാനിഫെസ്റ്റോ തയ്യാറാക്കുന്നുണ്ട്. അതിൽ ജനങ്ങളുടെ ഒപ്പീനിയൻ കൂടി സ്വീകരിച്ചുകൊണ്ടുള്ള ഒരു ജനകീയ മാനിഫെസ്റ്റോ ആയിരിക്കും തയ്യാറാക്കുന്നത്. അതിനുള്ള ഏതാനും ദിവസങ്ങൾ അതിനുവേണ്ടി മാറ്റിവെക്കുന്നുണ്ട്. എലിമട നൂഴാൻ പമ്മന നല്ലതെന്നൊരു പഴമൊഴിയുണ്ട്. അത് അദ്ദേഹത്തിന് ചോദിച്ചൊരു സംഗതിയാണ്. ഞാൻ അതിനെക്കുറിച്ച് മറുപടി പറയാനില്ല. അത് ഇനി കണ്ടറിയാമല്ലോ. പിന്നെ എൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം എൻ്റെ വ്യക്തിപരമായ ഒരു വിഷയമായി ഇതെടുക്കേണ്ടതില്ല. ഈ തെരഞ്ഞെടുപ്പ് ഇടത് ജനാധിപത്യ മുന്നണി ഇവിടുത്തെ പ്രബുദ്ധ ജനതയുടെ മുന്നിൽ വെക്കുന്ന ഒരു പ്രമേയത്തെ പുരസ്കരിച്ചുള്ളൊരു തെരഞ്ഞെടുപ്പാണ്. അത് വിജയം കൈവരിക്കുക തന്നെ ചെയ്യും. നമ്മൾ സിവിൽ കോഡ് കണ്ടു, ഗസയുടെ വിഷയം കണ്ടു, ബാബരി മസ്ജിദ് തകർച്ചതിന് ശേഷമുള്ള ചില സംഗതികൾ, ഒരുപാട് ഇഷ്യൂസ് ഇവിടെ ഉണ്ട്. ആ ഇഷ്യൂസിലൊക്കെ തന്നെ ഈ പാർട്ടികളുടെ നിലപാട് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് വ്യക്തമായ സംഗതിയാണ്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യത്തിൽ മതനിരപേക്ഷത, മതേതരത്വം കൂടിയല്ല ഞാൻ പറയുന്നത്, മതനിരപേക്ഷത ഊട്ടി ഉറപ്പിക്കുന്ന ഒരു പ്രമേയം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പ്രബുദ്ധരായ കേരള ജനത അതിനനുസരിച്ച് വിധി എഴുതും. അത്ര അതിനെക്കുറിച്ച് പറയാനുണ്ട്. ഒരുപാട് സംഘടനകളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട്, സമസ്ത അടക്കം. 2 സമസ്തകളിൽ നിന്നും സമസ്ത അല്ലാത്ത സംഘടനകളിൽ നിന്നും ഉണ്ട്. ഞാനത് പറഞ്ഞത് തന്നെയാണല്ലോ. ഞാനത് പറഞ്ഞതാണ്. അന്നത്തെ എൻ്റെ രാഷ്ട്രീയം അതാണ്. ചോറ് ഇവിടെയും കൂറ് അവിടെയും പറ്റില്ലല്ലോ. ഞാൻ ചോറുള്ളിടത്ത് തന്നെ കൂറുണ്ടാവുള്ളൂ, കൂറുള്ളിടത്തേ ചോറുണ്ടാവുള്ളൂ. പിന്നീടുണ്ടായ സാഹചര്യങ്ങൾ തിരുത്തിയത് കൊണ്ടാണല്ലോ ഞാനിപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്, ഇവിടെ നിൽക്കുന്നത്. അത് ഇവിടെ നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. അതല്ലാതെ തലയിൽ മുണ്ടിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ട, സാധാരണ പറയും പാമ്പിനെ കാണുമ്പോൾ തലയും മീനിനെ കാണുമ്പോൾ വാലും കാണിക്കുക എന്നുള്ള രാഷ്ട്രീയം ഉണ്ടല്ലോ. അതൊന്നും മാന്യന്മാർക്ക് ചേർന്നല്ലോ. അതുകൊണ്ട് അത് നിഷേധിക്കുക ഉൾക്കൊള്ളുക എന്നുള്ള വിഷയമില്ല. എന്തായിരുന്നാലും അങ്ങനെ പറഞ്ഞ എന്നെ പിടിച്ച് അവരെ ചിഹ്നത്തിലൂടെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞത് ആ പാർട്ടിയുടെ വിജയമാണല്ലോ. ഒരുപാട് തങ്ങന്മാരുടെ പിന്തുണ എനിക്കുണ്ട്. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ,
കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക 8606462782.